അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇദാ ദഖല റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുഫിദത്തി ശയാത്തീൻ. റമളാന്റെ ഒന്നാമത്തെ ആ രാവിൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ, സ്വർഗവാതിലുകളെല്ലാം തുറന്ന് നരകവാതിലുകൾ കൊട്ടിയടച്ച് പിശാചുകളെ ചങ്ങലക്കിടുന്ന ഈ രാവിൽ ഒരു മുഅ്മിനിന്റെ മാനസിക അവസ്ഥയെ അള്ളാഹു പരിഗണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ റമളാൻ വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാനസികാവസ്ഥ സന്തോഷമാണോ, ഓ റമളാൻ വന്നു ഇനി 30 ദിവസം നോമ്പ് പിടിക്കണോ എന്ന ചിന്തയാണോ എന്നുള്ള പരിഗണിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നേരത്തെ മാസപ്പിറവി കാണും എന്നുള്ള ഉറപ്പോടെ തറാവീഹിന് വരണം എന്ന ചിന്തയോടെ ഇന്ന് മുഴുവനും നമ്മുടെ മൈൻഡ് അതിനു വേണ്ടി പ്രാപ്തമാകണം. മഗ്‌രിബിന് പള്ളി വരുന്നതോടുകൂടി റമളാൻ ആരംഭിക്കും. പക്ഷേ മാസപ്പിറവി കണ്ടത് മുഖാരമാണ് നമ്മൾ അതിന്റെ കർമ്മങ്ങളിലോട്ട് കിടക്കുള്ളൂ. എന്നിരുന്നാൽ തന്നെയും നമ്മൾ അത് ശക്തമായി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാന്റെ ഒന്നാമത്തെ രാവായാൽ നദറല്ലാഹു ഇലൈഹി നദറത്തർ റഹ്മ, അല്ലാഹു തന്റെ അടിയാറുകളിലേക്ക് ഒരു നോട്ടം നോക്കും എന്നാണ്. ഒന്നാമത്തെ രാവിലെ നമ്മുടെ ആഗ്രഹം പ്രമാണിച്ച്, നമ്മളുടെ ആഗ്രഹവും നമ്മൾ തറാവീഹും റമളാൻ ആയല്ലോ എന്നുള്ള സന്തോഷം ഉള്ളവന്റെ മുഖത്തും അവന്റെ വീട്ടിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു നോട്ടം നോക്കുമെന്നാണ്. ആ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ, ആ നോട്ടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലാ യുഅദ്ദിബുഹു അബദൻ എന്നാണ്. പിന്നെ ഒരിക്കൽ പോലും അവന് അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവില്ല, അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവില്ല, അള്ളാഹിന്റെ പരീക്ഷണം ഉണ്ടാവില്ല എന്നാണ്. വളരെ മൈന്യൂട്ടും കുറവുമായിരിക്കും അങ്ങനെയുള്ള ആളുകളെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. കാരണം റമളാന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഭൂരിഭാഗം ആളുകളും എടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഇവിടെ സുബഹിക്ക് വന്ന എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളായ നിങ്ങൾ, നമ്മൾ റെഡിയാവണം. നമ്മൾ വസ്ത്രധാരണത്തിലും മാനസികമായും ശാരീരികമായും നമ്മൾ 20 റക്അത്ത് തറാവീഹിന് വേണ്ടി ഓടി വന്ന് അങ്ങോട്ട് തറാവീഹ് നിസ്കരിക്കാൻ പറ്റൂല. നമ്മൾ ഇടയ്ക്ക് തളരും, ക്ഷീണം ഉണ്ടാവും, ഇത് തീരുന്നില്ലേ എന്ന് തോന്നും. അപ്പൊ തന്നെ നമ്മുടെ ഇബാദത്തിന്റെ പവറും എല്ലാം ഫലവും പോയി. മനസ്സിന്റെ ആഗ്രഹമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ നമുക്ക് 8:20 ഇശ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇവിടെ എത്തിച്ചേരുക. നമ്മൾ 8:20 കൃത്യം ഇശ തുടങ്ങും. അത് കഴിഞ്ഞ് ഉടനെ തറാവീഹ് ആരംഭിച്ചാൽ അവ്വല് തക്ബീർ 20 റക്അത്ത് എന്ന് പറഞ്ഞാൽ 20 റക്അത്ത് പൂർത്തിയായി തന്നെ നമ്മൾ ഉണ്ടാവണം. അതാണ്, അത് 30 ദിവസം ഉണ്ടാവണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഇപ്പോഴേ റെഡിയാവണം. റമളാനിലെ 30 ജമാഅത്തും ഞാൻ 30 ദിവസത്തെ ഒരൊറ്റ ജമാഅത്ത് ഞാൻ പാഴാക്കൂല. എന്റെ വായിന്ന് തെറ്റ് വരൂല. റമളാൻ എന്ന് പറഞ്ഞാൽ വളരെയേറെ നമുക്ക് അള്ളാഹു തരുന്ന അവസരമാണ്. നമ്മൾ നോമ്പും പിടിച്ചു, നാവ് കൊണ്ട് മറ്റൊരാളെ പറ്റി